ബലിപെരുന്നാൾ കഴിഞ്ഞ് കാലം എത്രയായിട്ടും ഫ്രിഡ്ജിൽ സ്റ്റോക്കായി നിൽക്കുന്ന ബീഫിനെ നോക്കി പാലൽപ്പം ഗൗരവത്തോടെ ചോദിച്ചു. നീ ഇവിടെ വന്നിട്ട് എത്ര നാളായി? എന്നോടാണോ ചോദിക്കുന്നത്? ബീഫ് ഒന്ന് പരതി. മതി ഇവിടെ സുഖിച്ചിരുന്നത്. നാളത്തോടെ ഒരു പേക്ക് ചിക്കൻ്റെ ലോഡ് ഏറ്റി നിൽക്കാൻ റെഡിയായിക്കോ. തൻ്റെ സർവേ നോട്ടിൽ റെഡ് പെന്നുകൊണ്ട് മാർക്ക് ചെയ്ത് അവൻ പറഞ്ഞു. നീ പേടിക്കണ്ട, നാളെ ആവുമ്പോഴേക്കും നിന്നെ അവർ ബീഫ് കറി വെക്കാനെടുക്കും. പാൽ ഗേൾസിൻ്റെ അടുത്തേക്ക് നടന്നു പോകുന്നത് നോക്കി ചീഞ്ഞ മത്തി അവനെ സമാധാനിപ്പിച്ചു. ഈ സമയം പാൽ, ഗേൾസ് ഹൗ ആർ യു? ഇവിടെ എന്ത് പ്രശ്നമുണ്ടായാലും എന്നോട് പറയൂട്ടോ, ബിക്കോസ് ഞാനാണ് ഇവിടുത്തെ സുന്ദരനും സുമുഖനും. പാൽ ചേട്ടാ, ആ ബീഫിന് ഭയങ്കര ബാഡ് സ്മെല്ലാണ്, അവനൊന്ന് ഒഴിവാക്കി തരുമോ? കടയിലുണ്ട് കുക്ക്, വീട്ടിലുണ്ട് വർക്ക്, അവൻ്റെ കാര്യം പോക്ക്, ഡോൺ വെറി. ഇതെല്ലാം കണ്ടുനിന്ന ബീഫ് മറ്റാരും കാണാതെ അവൻ്റെ കണ്ണുനീർ തുടച്ചു. പെട്ടെന്നാണ് അവിടെ മുഴുവൻ നെയ്ച്ചോറിൻ്റെ നറുമണം പരന്നത്. അത് എനിക്കുള്ളതാണെന്ന് തോന്നുന്നു. കോയ് ഗേൾസ് വീമ്പിളക്കി നിന്നു. ഉമ്മ, നെയ്ച്ചോറിൽ നിന്ന് ബീഫ് കറിയാക്കിയാലോ? അവൻ ഫ്രിഡ്ജ് തുറന്ന് ബീഫിനെ കയ്യിലേന്തി കൊണ്ടുപോയി. ഈ സമയം മറ്റുള്ളവരെല്ലാം കിളി പോയി നിന്നു. പക്ഷേ എന്തുകൊണ്ടോ പാൽ മാത്രം അത് മുഖത്ത് കാണിച്ചില്ല.